നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേകതയുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനും ഫാമിലിയും കോവിഡ് പോസിറ്റീവായിട്ട് വീട്ടിലായിരുന്നു. അപ്പോഴതുകൊണ്ട് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന വണ്ടിയുടെ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആണ് വിചാരിച്ചത് എന്തുകൊണ്ട് ഇതൊരു കാര്യം ചെയ്തുകൂടാ. കായികാധ്വാനം ഇല്ലാത്ത നമ്മുടെ ഒരു പഴയ പരിപാടിയായിരുന്നു. പണ്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പോഴാണ് മോൻ്റെ ഈ ഒരു ബുക്ക്, ഇത് നമ്മളൊരു എക്സിബിഷന് വാങ്ങിയതാണ്. തിരുവനന്തപുരത്ത് ഒരു ബുക്ക് എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സിബിഷനിൽ നിന്ന് നമ്മൾ വാങ്ങിയൊരു ബുക്കാണ് ഐ ക്യാൻ ഡ്രോ ഡൈനോസേഴ്സ്. അപ്പോൾ ആ കുറച്ച് ഈസി സ്റ്റെപ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണിക്കാം. ഇപ്പോൾ സ്റ്റെഗോസറസ് എന്ന് പറയുന്ന ഒരു ഡൈനോസറിൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനെ ഈ ഒരു പിക്ചറിലെത്തുന്നതിന് മുമ്പേ കുറച്ച് ചെറിയ റൗണ്ടുകളും ചെറിയ കർവുകളും ഇട്ടതിന് ശേഷം അവസാന സ്റ്റെപ്പിലാണ് നമ്മളതിനെ കറക്റ്റ് ഒരു ഷേപ്പിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം വരയ്ക്കാൻ എന്ന് വിചാരിച്ചു. മോന് വേണ്ടി 1-2 പടം വരച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അവൻ വന്ന് കളർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡൈനോസറിനെ വരയ്ക്കുക. ഇതിൽ കുറേ ഡൈനോസറസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റു ഡൈനോസേഴ്സിൻ്റെയും പടം ഇതുപോലെ വരയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ സ്റ്റെഗോസറസ് എന്നാണ്. ഈ ബുക്കിൻ്റെ ഐ ക്യാൻ ഡ്രോ ഡൈനോസറിൻ്റെ അത് മോള് വരച്ച് കുറിച്ചത്. അപ്പോൾ ഈ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് അമാൻഡ ഒ നെയിൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണിത് ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2001 ടെക്സ്റ്റ് ബുക്കാണ്. നമുക്കിതിൻ്റെ ഫസ്റ്റ് പേജിൽ വരുന്നത് സ്റ്റെഗോസറസ് എന്ന് പറയുന്ന ഒരു ഡൈനോസറാണ്. ദിസ് ഈസ് എ ജയന്റ് പ്ലാന്റ് ഈറ്റർ, വാസ് വെൽ പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് എനിമീസ്. ഇറ്റ് വാസ് ദ സൈസ് ഓഫ് എ ടാങ്ക്, ആർമർ പ്ലേറ്റഡ് ആൻഡ് ആംഡ് വിത്ത് എ സ്പൈക്ഡ് ടെയിൽ. The big upright plates down its back may have been just for display. It make it look even bigger, or they may have been solar panels to soak up the sun's heat. Okay, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിതിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തല വരുന്ന ഭാഗത്തും അതിൻ്റെ ഈ കൈ വരുന്ന ഭാഗത്തും മുൻഭാഗത്തെ കാല് വരുന്ന ഭാഗത്തും പിറകു ഭാഗത്തെ കാല് വരുന്ന ഭാഗത്തും ഓരോ റൗണ്ട് ഷേപ്സ് വരയ്ക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് ഘട്ടം. അപ്പോൾ അത് നമുക്ക് വരച്ച് നോക്കാം. ഈ ഒരു പേപ്പറിലാണ് നമ്മൾ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഒരു ചെറിയ റൗണ്ട്. അതിനുശേഷം അടുത്തതായിട്ട് ഇതിനടുത്ത് തന്നെ ഒരു വലിയ റൗണ്ട്. ഇങ്ങനെ ഇങ്ങനെ പെർഫെക്റ്റ് ഷേപ്പ് റൗണ്ടിലൊന്നും അല്ല വരയ്ക്കുന്നത്. കാരണം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ റൗണ്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ട് അടുത്തൊരു റൗണ്ട് വരയ്ക്കുക. അത് കുറച്ചുകൂടെ വലിയ റൗണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 റൗണ്ട് വരച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു റൗണ്ടും ഇതിൻ്റെ 1-2 ചെറിയ പാർട്സ് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ഈ റൗണ്ടിൽ നിന്നും അടുത്ത റൗണ്ടിലോട്ടൊരു ലൈൻ ഇടുക. അത് ഈ കാണിച്ചിരിക്കുന്നത് പോലെ. അതിനുശേഷം ഇത് ഡൈനോസറിൻ്റെ മുകൾ ഭാഗമാണ്. അതൊരു ഇങ്ങനെ ഒരു വരയ്ക്കുക. അങ്ങനെ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഈ ഭാഗത്ത് ഈ റൗണ്ടും ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്ത് വേറെ ഒരു സർക്കിൾ ഇടുക, ഒരു ചെറിയൊരു റൗണ്ട് ഇടുക. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഈ ചിത്രത്തിലെ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ കാല് പിറകത്ത് ഈ ഒരു ടെയിൽ പോർഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വരയ്ക്കാം.
അപ്പോൾ അതിൻ്റെ ടെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ബീഗ് നമുക്കിങ്ങനെ ഓക്കെ ഇങ്ങനൊരു ടെയില്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറക് കാല് വരുന്ന രീതിയിൽ ഒരു റൗണ്ട് പോലത്തെ തന്നെ ഒരു ഷേപ്പിൽ ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പിക്ചറുമായി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പടം വരച്ചു. ഇനി അടുത്ത് ഈ ഒരു പിക്ചറിലോട്ട് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു നോസ് വരയ്ക്കാനുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു നോസ് പോലത്തെ ഒരു ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ അതിങ്ങനെ ഒരു സാധനം വരയ്ക്കുക. അടുത്തതിൻ്റെ കണ്ണ് ഏകദേശം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുക. കണ്ണിങ്ങനെ ഒരു കണ്ണിൻ്റെ ഇത് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ശരീരത്തിലുള്ള ചെറിയ ചെറിയ ആ ഒരു സാധനങ്ങൾ അത് പെൻറ്റഗൺ ഷേപ്പിലാണ് വരുന്നത്. ആ പെൻറ്റഗൺ ഷേപ്പിൽ തന്നെ അത് വരച്ച് വയ്ക്കുക. ഇതിങ്ങോട്ടും വലത്തോട്ട് പോകുന്തോറും ആ ഷേപ്പ് ഇത്തിരി വലുതാവണം. പെൻറ്റഗൺ ഷേപ്പ് വരച്ച് പോവുക. ചെറിയ മിസ്റ്റേക്സ് വരുന്നത് കുഴപ്പമില്ല. ഇതിന് കഴുത്തിൻ്റെ താഴ്ഭാഗം ഒന്ന് വരയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ വാലിൻ്റെ അടുത്ത ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണ് വാല് വരുന്നത്. പിന്നെ അതിൻ്റെ വാലിൽ 2 മുള്ളുണ്ട്. അപ്പോൾ അതിൽ മുള്ളും കൂടെ വരച്ചെടുക്കാം. ഒരു മുള്ളിങ്ങനെ താഴോട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഇടുക. അടുത്തൊരു ഷിപ്സ് ഒക്കെ അത് വരച്ചു. അപ്പോൾ അടുത്ത പിക്ചറിൽ കാണുന്നത് അടുത്ത ഇതിൻ്റെ പുറകു ഭാഗത്തായിട്ട് ബാക്കി അടുത്ത ഇതിൻ്റെ മുള്ളുകൾ, വാലിലുള്ള മുള്ളുകൾ, ഓപ്പോസിറ്റ് സൈഡിലുള്ള മുള്ളുകൾ വരയ്ക്കുക. വാലിൻ്റെ മുള്ളുകളായി. അതുപോലെ തന്നെ ഇതിൻ്റെ കാലുകൾ വരയ്ക്കണം. കാലുകൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു കാല് വരയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഷേപ്പ്, കാലിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ ഒന്ന് വരച്ച് എടുക്കുക. പൂർണ്ണമായിട്ട് കാല് വരയ്ക്കേണ്ട, അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വരയ്ക്കാം. ഒരു റേഷ്യോയിലാണ് വരയ്ക്കുന്ന അതിൻ്റെ ബോഡിക്ക് ആനുപാതികമായിട്ട് ഒരു കാല് വരച്ചു. അടുത്ത് മുൻഭാഗത്തുള്ള കാല് വരയ്ക്കാം. മുൻഭാഗത്തുള്ള കാല് ഈ ഒരു റൗണ്ടിൻ്റെ അടുത്താണ് ഒരു കാല് വരുന്നത്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു വരച്ചിട്ട് അടുത്ത് ഫ്രണ്ടിലുള്ളൊരു കാല്, അടുത്ത കാല് വരയ്ക്കാം. അതിനുശേഷം ഈ സോളാർ പാനലിൻ്റെ അപ്പുറത്തുള്ള സംഭവങ്ങളും കൂടെ വയ്ക്കാം. അതിൻ്റെ ഓക്കെ, ഈ സ്റ്റെപ്പ് നമ്മൾ ഇതിൻ്റെ അപ്പുറത്തുള്ള അതിൻ്റെ മുള്ളുകളൊക്കെ വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു ഔട്ട്ലൈന് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഭാഗം. ഇനി അടുത്ത് നമ്മുടെ ജസ്റ്റ് ഒന്ന് ഈ കട്ടിയായിട്ട് വരച്ചതൊക്കെ ഒന്ന് ഡാർക്കൻ ചെയ്യട്ടെ. നമ്മൾ ആദ്യം വരച്ചപ്പോഴത്തേക്ക് ലൈറ്റായിട്ട് വരച്ചിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇനി ഇതിന് ശേഷം അതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങളാണ് വരയ്ക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഡാർക്കായിട്ട് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം പേന തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് വെച്ച് വരച്ചാലും മതി. ഇത് ഇതേ
തലയാണ് നമ്മൾ മെയിനായിട്ട് വരയ്ക്കുന്നത്. കാരണം അതിന് നല്ലൊരു ജീവനുള്ള പോലെ ഒരു ഫീല് കിട്ടണമെങ്കിൽ തല നല്ല കൃത്യമായിട്ട് വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ആദ്യം വാവ് കൊണ്ട് തുടങ്ങാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം നമുക്ക് പേന വെച്ച് വരയ്ക്കാം. ഇതിൻ്റെ കൈ വരയ്ക്കണം. ഇനി നമുക്ക് മെയിനായിട്ട് ഇതിനെ പേന വെച്ചിട്ട് ഡാർക്കൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അധികം റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇനി വരയ്ക്കുന്ന അത്രയും ശ്രദ്ധിച്ച് വേണം വരയ്ക്കാൻ. നമുക്ക് പേന കൊണ്ട് ഒന്ന് കറുപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഉള്ള എന്താ പറയുക പെൻസിൽ മാർക്കിങ്ങുകളെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്ത് പോർഷനാണ്. ജസ്റ്റ് ഇതിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്നർ ഷെയ്ഡിങ് കൊടുത്തിട്ട് നമുക്ക് കൂടുതൽ മികച്ചതാക്കാം. അടുത്തതിൻ്റെ നഖമൊക്കെ വരയ്ക്കുക ഫ്രണ്ടിലത്തെ. അതിനുശേഷം അതിൻ്റെ വയറിൻ്റെ അടിഭാഗം ഇങ്ങനെ വരയ്ക്കുക. അതിൻ്റെ കാല് വരയ്ക്കുക. കാല് ഇനി നമ്മുടെ ചെറിയ ഈ മുതുകത്തുള്ള ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഡാർക്കാക്കി വരയ്ക്കുക. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ബോഡിയുടെ ഈ ഒരു ലൈൻ ഭാഗം വരയ്ക്കുക. നമ്മുടെ ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ലൈനൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ അപ്പുറത്തെ ഭാഗത്തുള്ള സോളാർ പാനലിലൂടെ വരയ്ക്കുക. എനിക്കതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സോളാർ പാനലെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഔട്ടറൊക്കെ വരച്ചു. അപ്പോൾ നമുക്കിനി ഒന്ന് മായ്ച്ച് കളയാം ഈ പെൻസിൽ വരച്ച് ഇനി ഇതിൻ്റെ നഖം വരച്ചിട്ടില്ല. നഖം വരയ്ക്കാം. കുഴപ്പമില്ല, കാണാനായിട്ട് ഡൈനോസറിനെ പോലെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്കിനി അത്യാവശ്യം പെൻസിൽ ഷെയ്ഡിങ്ങുകൾ ഇങ്ങനെ വെച്ച് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഷെയ്ഡ് കൊടുക്കുക.
ഓക്കെ, നമ്മൾ ഇനി അടുത്ത് ഷെയ്ഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ വെയിൽ മറ്റ് പോർഷൻസിനാണ്. ഇതിന് ഈ കാലിൻ്റെ ഈ ഭാഗത്ത്, കാലിൻ്റെ മസിലൊക്കെ വരുന്ന ഭാഗത്തിൽ ചെറിയ ഷെയ്ഡിങ് കൊടുക്കുക. ഇതുപോലത്തുള്ള ഈ മടങ്ങുന്ന ഭാഗങ്ങളിലും ഒരു കറുത്ത ഷെയ്ഡിങ് കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗത്തും ഡാർക്കർ ഷെയ്ഡ് കൊടുക്കുക. മറ്റേ കാലിലും ഷെയ്ഡ് കൊടുക്കുക. ഇതാണ് നമ്മൾ വരച്ച സ്റ്റെഗോസറസ്. ഈ കാണുന്ന സ്റ്റെഗോസറസിനെ വരച്ചതാണ്. ഓക്കെ, എന്തായാലും ഇതുമായിട്ട് ഇത് സിമ്പിളായിട്ട് നമുക്ക് ഡൈനോസർ വരയ്ക്കാനുള്ള 1-2 ടിപ്സാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കുട്ടികളുള്ളവർക്ക് അവർക്ക് ഷെയർ ചെയ്യുക. അവർക്ക് തന്നെ വരച്ച് പഠിക്കാൻ പറ്റുകയും, അതുമല്ല ഇതിൻ്റെ സ്ക്രീൻ ഷോട്ട് ഞാൻ ഇതിനൊരു ഗൂഗിൾ ഡോക്ക് ആക്കിയിട്ട് ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റിൽ ഇട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പേജ് അതിൽ കാണാൻ പറ്റും. ഈ ഒരു ബുക്കിൻ്റെ എല്ലാ പേജും ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എളുപ്പത്തിൽ പിക്ചർ വരയ്ക്കാൻ പറ്റും. ഇപ്പോഴും നമ്മുടെ പിള്ളേർക്കൊക്കെ ഡൈനോസർ ഭയങ്കര ക്രേസാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഡൈനോസറിൻ്റെ ടോയ്സ് ഒക്കെ ആണെങ്കിൽ വാങ്ങിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഇത് വരച്ചു കൊടുക്കാൻ പറ്റിയാൽ, അവർക്ക് തന്നെ ഇത് വരയ്ക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് കളർ ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഫോട്ടോസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ഇനി വീഡിയോസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സ്റ്റെഗോസോറസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് ഈറ്റിംഗ് ഡൈനോസർ ആണ്. എവറിബഡി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് subscribe.